നെടുമങ്ങാട് കടപുഴകി ആൽമരം റോഡിന് കുറുകെ വീണ് അപകടമുണ്ടായി. ഓട്ടോറിക്ഷ യാത്രക്കാർക്ക് 2 പേർക്ക് ചെറിയ പരിക്കുണ്ട്. ഓട്ടോ ഭാഗികമായി തകർന്നു. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മരം മുറിച്ചു മാറ്റുകയാണ്. ജിബിൻ ജെബിയാണ് വിവരങ്ങളുമായി. ജിബിൻ, നെടുമങ്ങാട് ഏത് ഭാഗത്താണ് ഈ ആൽമരം കടപുഴകി വീണത്? നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ വലിയ ഒരു 100 വർഷത്തിലധികമെങ്കിലും പഴക്കമുള്ള വലിയ കൂറ്റൻ ആൽമരം ഉൾപ്പെടെയുള്ള സ്ഥലമാണ്. ഈ അപകടത്തിന്റെ വ്യാപ്തി അത് എത്രത്തോളമുണ്ട്? രതീഷ്, ഈ നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ആൽമരമല്ല, നെടുമങ്ങാട് നഗരസഭയ്ക്ക് സമീപത്തുള്ള നികുഞ്ചം ഓഡിറ്റോറിയം. ആ നികുഞ്ചം ഓഡിറ്റോറിയത്തിന് സമീപത്തായി നിൽക്കുന്ന റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ആൽമരമാണ് ഒടുങ്ങി വീണത്. ഏകദേശം 1:15 കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ആൽമരം ഒടുങ്ങിയ സമീപത്തു കൂടി പോയ ഒരു ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്കാണ് ഈ ആൽമരം ഒടുങ്ങി വീണത്. ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത് ഓട്ടോറിക്ഷയ്ക്കകത്ത് 2 യാത്രക്കാരും ഡ്രൈവറുമാണ് ഉണ്ടായിരുന്നത്. അവർ നെടുമങ്ങാട് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സ തേടിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു സമയത്ത് കറണ്ടില്ലാത്തത് കൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത്. കാരണം ഈ ആൽമരം ഒടുങ്ങി വീഴുന്ന സമയത്ത് തന്നെ സമീപത്തുണ്ടായിരുന്ന 4ഓളം പോസ്റ്റുകൾ കൂടി ഒടുങ്ങി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കറണ്ടില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഒരു വലിയ അപകടം അവിടെ ഒഴിവായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മരം മുറിച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നഗരസഭാ ആസ്ഥാനത്തിന് സമീപത്താണ് ആൽമരം ഒടിഞ്ഞു വീണത്. വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട് വലിയ അപകടം, അത്തരമൊരു അപകട സാധ്യത അവിടെ ഉണ്ടായിരുന്നു. വൈദ്യുതി ഇല്ലായിരുന്നു. വൈദ്യുതി മുടങ്ങിയ സമയത്താണ് ഈ അപകടം. അതുകൊണ്ട് തന്നെ അപകടത്തിന്റെ വ്യാപ്തി കുറവാണ്. പക്ഷേ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് പോസ്റ്റ് വീണ് 2 പേർക്ക് ചെറിയ പരിക്കേറ്റിട്ടുമുണ്ട്. ജിബിൻ ജെബിയാണ് ആ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നൽകിയത്.